ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നൊരു വീക്കെൻഡ് ആട്ടോ. വൈകിട്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് ഓർക്കുവാണ്. എൻ്റെ മനസ്സിൽ വൈകുന്നേരം അവർ വരുമ്പോഴേക്കും എഗ് പപ്സ് ഉണ്ടാക്കണമെന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ പതുക്കെ ഫ്ലവറിൻ്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. ഇവിടെ നല്ല രസമാണ് ഈ ഫ്ലവേഴ്സൊക്കെ ഇരിക്കണ കാണാൻ തന്നെ. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇത്രയും വെറൈറ്റി കളേഴ്സൊക്കെ റോസിൽ കാണുന്നത്. അപ്പോൾ ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദ്യം എഗ് പപ്സിന് വേണ്ടിയുള്ള സവാള എടുക്കുകയാണ്. 3 വലിയ സവാളയാട്ടോ ഞാൻ എടുത്തേക്കണത്. ഇവിടെ 2 തരത്തിലുള്ള സവാള കിട്ടാറുണ്ട്. ഒന്ന് റെഡും ഒന്ന് യെല്ലോയും. കൂടുതൽ എല്ലാവരും യെല്ലോയാണ് വാങ്ങിക്കാറ്. പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിൽ ഈ റെഡ് ഒനിയൻ അല്ലേ, അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ റെഡ് ഒനിയനാട്ടോ വാങ്ങിക്കണേ. അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൊറിയാൻഡർ ലീവ്സും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ സവാള അതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പ് ചേർത്ത് അതിനൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നല്ല ചെറിയ ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർക്കാം. പപ്സ് ഉണ്ടാക്കുന്ന പേസ്ട്രി ഷീറ്റ്സ് ഇതേപോലെ വാങ്ങാൻ കിട്ടും. നമുക്കിതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്ത ഓരോ ചെറിയ ഷീറ്റിലേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും ബോയിൽ ചെയ്ത എഗ്ഗും കൂടി വെച്ച് കൊടുക്കാം. എല്ലാം അതേപോലെ റെഡിയാക്കിയ ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് മാറ്റാം. ഒന്ന് എഗ് വാഷും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ഗോൾഡൻ കളർ നമ്മുടെ പപ്സിന് കിട്ടും. 20 മിനിറ്റിന് ശേഷം നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഞാനൊരു ചായയും കൂടി ഇടുകയാണ്. അങ്ങനെ പപ്സായിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പപ്സ് നല്ല ചൂടായതുകൊണ്ട് ഏറ്റവും ചൂട് കുറഞ്ഞത് നോക്കി തപ്പിയെടുക്കണതാട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടി വിയിൽ ഇങ്ങനെ ഗെസ് ദ മൂവി ബൈ ക്ലൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഉണ്ടാവത്തില്ലേ, ആ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കട്ടെ. നല്ലൊരു രസമാണ്. അതിൻ്റെ സൈഡിൽ കൂടി തന്നെ ഡിന്നർ പരിപാടികളും നടക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഞങ്ങളുടെ ഡിന്നർ മെനു. അപ്പോൾ എല്ലാവരും കൂടി ഉഷാറായിട്ട് അതിന് ഉത്സാഹിച്ച് പണിയെടുക്കുകയാണ്.
അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞ് ഗുഡ് നൈറ്റും ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ കൂടാറുണ്ട്. നല്ലൊരു രസമാണ് എല്ലാവരും കൂടി വരുമ്പോഴേക്കും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ.